1896 ജനുവരി 5 തിരുവനന്തപുരത്ത് പാളയത്ത് സ്ഥാപിതമായതാണ് വിക്ടോറിയ ജൂബിലി ടൗൺ ഹാൾ, വിജിടി ഹാൾ. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഹാളിൽ ദിവാനും ഉദ്യോഗസ്ഥർക്കും നിവേദനം നൽകാൻ കുടുംബസമേതം ശ്രീ അയ്യങ്കാളി ഇവിടെ എത്തുമായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങൾ പ്രതിഫലിച്ച മന്ദിരം ചരിത്രത്തിന്റെ കാവ്യനീതി പോലെ 2019 മഹാത്മാ അയ്യങ്കാളി ഹാളായി മാറി. അയ്യങ്കാളി ഹാളിന് സമീപം PN പണിക്കരുടെ ചരമദിനമായ വായനാ ദിനത്തിൽ പുസ്തകപ്രേമികൾക്ക് പുസ്തകം വായിക്കാൻ മാത്രമല്ല, ചർച്ചകൾ നടത്താനും ഇടയ്ക്ക് ആവശ്യമെങ്കിൽ ഓരോ ചായയോ കോഫിയോ കുടിക്കാനും ഇഷ്ടപ്പെട്ട പുസ്തകം വില കൊടുത്ത് സ്വന്തമാക്കാനും ഒരിടം. അതാണ് കഫേ ബുക്ക് മാർക്ക്. സമീപത്തായി പാരിഷ് ഹാൾ, സെന്റ് ജോസഫ് കത്തീഡ്രലും നമുക്ക് കാണാം. കേരള സാംസ്കാരിക സമിതിയുടെ കീഴിൽ കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിന്റെ സ്ഥാപനം വർഷങ്ങളായി ഇവിടെയുണ്ട്. പദ്ധതി ഇനത്തിൽ 10 ലക്ഷം രൂപ മുടക്കി കഫേ ബുക്ക് മാർക്ക് എന്ന പേരിൽ ഈ രീതിയിൽ മാറ്റിയെടുക്കുകയാണ് ചെയ്തത്. 2024 ജൂൺ 19 വായനാ ദിനത്തിൽ ബഹുമാനപ്പെട്ട ഫിഷറീസ് സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ സജി ചെറിയാനാണ് ഇത് ഉദ്ഘാടനം ചെയ്തത്. കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്കിന്റെ പ്രധാന ഓഫീസ് കിഴക്കേക്കോട്ട വാക്സ് മ്യൂസിയത്തിനടുത്തായിട്ടാണ്. കേരള സ്റ്റേറ്റ് ബുക്ക് മാർക്ക് 14 ജില്ലകളിലുണ്ടെങ്കിലും പുസ്തക വായനയോടൊപ്പം ചർച്ചകളും കൂടിച്ചേരലും ഭക്ഷണവും എന്ന രീതിയിൽ കഫേ ബുക്ക് മാർക്ക് തിരുവനന്തപുരത്താണ് ആദ്യമായി പ്രാവർത്തികമാക്കുന്നത്. കോഴിക്കോടാണ് അടുത്തതായി കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത്. പാദരക്ഷകൾ പുറത്തു വയ്ക്കാൻ മറന്നു പോകരുത്. അകത്ത് നമ്മളെ വരവേൽക്കുന്നത് പുസ്തകങ്ങളുടെ രൂപത്തിൽ രൂപകൽപ്പന ചെയ്ത അർത്ഥവത്തായ വാക്യശകലങ്ങളാണ്. നമ്മളെ ചിന്തിപ്പിക്കുന്നതും ആഴമേറിയ അർത്ഥതലങ്ങൾ ഉള്ളതും. രാത്രിയായാലും വായിക്കാനുള്ള പ്രകാശത്തിന് കോട്ടം വരാത്ത തലത്തിൽ വിളക്കുകൾ ഒരുക്കിയിട്ടുണ്ട്. ചുറ്റും നിറയെ പുസ്തകങ്ങളും മാസികകളും വർത്തമാന പത്രങ്ങളും. ഒരു പുസ്തകപ്രേമിക്ക് ഇനി എന്താണ് വേണ്ടത്? ഇവിടെ വരുന്നവരെ ഒട്ടും മുഷിപ്പിക്കാതെയുള്ള ഇവിടത്തെ ജീവനക്കാരുടെ സൗഹൃദപരമായ പെരുമാറ്റത്തെ തീർച്ചയായും അഭിനന്ദിച്ചേ തീരൂ. കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാം ആവശ്യമുള്ള വിവിധ തരത്തിലുള്ള പുസ്തകങ്ങൾ ഇവിടെയുണ്ട്. ലൈബ്രറിയിൽ ഉള്ളതുപോലെ മെമ്പർഷിപ്പ് എടുക്കണ്ട. ആകെ ചെയ്യേണ്ടത് ഇവിടേക്ക് പ്രവേശിക്കുമ്പോൾ നമ്മുടെ പേരും ഫോൺ നമ്പറും കൊടുക്കുക എന്നത് മാത്രമാണ്. അകത്ത് 2 മുറികളിലെ ഏകദേശം 13, 12 അങ്ങനെ 25, പുറത്ത് ഇടതുവശത്തെ 4 പേർക്കും വലതുവശത്ത് അയ്യങ്കാളി ഹാളിന്റെ വശത്തെ 6 പേർക്കും ഇരിക്കും. ആകെ നോക്കുമ്പോൾ ഏകദേശം 35 പേർക്ക് ഇവിടെ ഇരിക്കാം. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ച വ്യക്തിയാണ് പുതുവയിൽ നാരായണ പണിക്കർ എന്ന PN പണിക്കർ. അദ്ദേഹത്തിന്റെ ചരമദിനം ആയ ജൂൺ 19 കേരളത്തിൽ 1996 മുതൽ വായന ദിനമായി ആചരിക്കുന്നു. ജൂൺ 19 മുതൽ 25 വരെയുള്ള ഒരാഴ്ച കേരളത്തിലെ വിദ്യാഭ്യാസ വകുപ്പ് വായനവാരമായും ആചരിക്കുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2017 കേരളത്തിന്റെ വായനാ ദിനമായ ജൂൺ 19 ഇന്ത്യയിൽ ദേശീയ വായന ദിനമായി പ്രഖ്യാപിച്ചു. തുടർന്നുള്ള 1 മാസക്കാലം ദേശീയ വായനാ മാസമായും ആചരിച്ചു വരുന്നു. ആലപ്പുഴ ജില്ലയിൽ നീലംപേരൂരിൽ ഗോവിന്ദപിള്ളയുടെയും ജാനകിയമ്മയുടെ മകനായി 1909 മാർച്ച് 1 പുതുവായിൽ നാരായണ പണിക്കർ ജനിച്ചു. LP സ്കൂൾ അധ്യാപകനായിരുന്നു. 1926 അദ്ദേഹം തന്റെ ജന്മനാട്ടിൽ സനാതന ധർമ്മം എന്ന വായനശാല സ്ഥാപിച്ചു. ഒരു സാധാരണ ഗ്രന്ഥശാല പ്രവർത്തകനായി പ്രവർത്തനം തുടങ്ങിയ അദ്ദേഹത്തിന്റെ അഹോരാത്രമുള്ള പ്രവർത്തനത്തിന്റെ ഫലമായാണ് കേരള ഗ്രന്ഥശാല സംഘം സ്ഥാപിതമാകുന്നത്. ആയിരക്കണക്കിന് ഗ്രന്ഥശാലകളെ സംഘത്തിന്റെ കീഴിൽ കൊണ്ടുവരാനും അദ്ദേഹത്തിന് കഴിഞ്ഞു. ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന്റെ നായകൻ, കാൻഫെഡിന്റെ സ്ഥാപകൻ തുടങ്ങി ഒട്ടനവധി സംഭാവനകൾ മലയാളത്തിന് നൽകി. പിന്നീട് കേരള നിയമസഭ അംഗീകരിച്ച കേരള പബ്ലിക് ലൈബ്രറീസ് ആക്ട് അദ്ദേഹത്തിന് സ്വപ്നമായിരുന്നു. 1829 തിരുവനന്തപുരത്ത് സ്ഥാപിക്കപ്പെട്ട പബ്ലിക് ലൈബ്രറിയാണ് കേരളത്തിൽ ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് അടിത്തറയിട്ടത്. സ്വാതി തിരുനാൾ തിരുവിതാംകൂർ രാജാവായിരുന്ന കാലത്ത് രാജകുടുംബാംഗങ്ങൾക്ക് വേണ്ടി സ്ഥാപിക്കപ്പെട്ട ഈ ലൈബ്രറി പിന്നീട് ഒരു പബ്ലിക് ലൈബ്രറിയായി രൂപാന്തരപ്പെട്ടു. ഇതിനെ തുടർന്ന് രാജഭരണകാലത്ത് അവരുടെ പ്രോത്സാഹനവും പിൽക്കാലത്ത് പുരോഗമന ചിന്താഗതിക്കാരായ ജനങ്ങളുടെ പരിശ്രമവും മൂലം കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നിരവധി ഗ്രന്ഥശാലകൾ സ്ഥാപിക്കപ്പെടുകയുണ്ടായി. 1937 ജൂൺ 14 K. കേളപ്പന്റെ അധ്യക്ഷതയിൽ കോഴിക്കോട് വെച്ച് 1ാം മലബാർ വായനശാല സമ്മേളനം നടന്നു. K. ദാമോദരൻ കാര്യദർശിയും E. രാമൻ മേനോൻ അധ്യക്ഷനുമായുള്ള മലബാർ വായനാ സംഘം ആ സമ്മേളനത്തിൽ വെച്ച് രൂപീകരിക്കപ്പെട്ടു. ഇതേ കാലയളവിൽ കൊച്ചിയിൽ സമസ്ത കേരള പുസ്തകാലയ സമിതി എന്ന പേരിൽ ഗ്രന്ഥശാലകളുടെ ഒരു സംഘടന ഉണ്ടാകുകയും ഗ്രന്ഥവിഹാരം എന്ന ത്രൈമാസിക അവിടെ നിന്ന് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു. PN പണിക്കർ പ്രവർത്തനം ആരംഭിച്ച കാലഘട്ടത്തിൽ
തിരുവിതാംകൂറിലെ ഗ്രന്ഥശാലകൾക്കൊരു സംഘടിത രൂപം ഇല്ലായിരുന്നു. 1945 47 ഗ്രാമീണ ഗ്രന്ഥശാലകളുമായി തിരുവിതാംകൂർ ഗ്രന്ഥശാല സംഘം രൂപീകരിക്കുന്നതിന് പണിക്കർ നേതൃത്വം നൽകി. വായിച്ചു വളരൂ എന്നായിരുന്നു സംഘടനയുടെ മുദ്രാവാക്യം. പിന്നീട് 1956 കേരള സംസ്ഥാന രൂപീകരണത്തോടെ അത് കേരള ഗ്രന്ഥശാല സംഘം KGS ആയി മാറി. വായനയുടെ മൂല്യം വിളിച്ചറിയിച്ചുകൊണ്ട് അദ്ദേഹം കേരളത്തിലെ ഗ്രാമങ്ങളിൽ സഞ്ചരിച്ചു. ഏകദേശം 6000 ലൈബ്രറികൾ ഈ ശൃംഖലയിലേക്ക് കൊണ്ടുവരുന്നതിൽ അദ്ദേഹം വിജയിച്ചു. ഗ്രന്ഥശാല സംഘം 1975 യുനെസ്കോയുടെ ക്രെപ്സ്കായ അവാർഡ് നേടി. 1977 സംസ്ഥാന സർക്കാർ ഏറ്റെടുക്കുന്നവരെ 32 വർഷക്കാലം പണിക്കർ സംഘം ജനറൽ സെക്രട്ടറിയായി. അന്തർനിർമ്മിത ജനാധിപത്യ ഘടനയും ഫണ്ടിങ് ഉപയോഗിച്ചത് കേരള സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലായി മാറി. ഗ്രന്ഥശാല പ്രവർത്തകർ ആദരവോടെ പണിക്കർ സാർ എന്ന് വിളിക്കുന്ന അദ്ദേഹം നിർഭാഗ്യവശാൽ കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽപ്പെട്ട് പിന്നീട് ഗ്രന്ഥശാല സംഘത്തിന്റെ ആരും അല്ലാതായി തീരുകയും അദ്ദേഹം മറ്റൊരു പ്രസ്ഥാനം കേരള അനൗപചാരിക വിദ്യാഭ്യാസ സമിതി രൂപവൽക്കരിക്കുകയും അതിന്റെ പ്രവർത്തനമായി മാറുകയും ചെയ്തു. PN പണിക്കർ അധ്യാപകനായി പ്രവർത്തിച്ചിരുന്ന അമ്പലപ്പുഴ ഗവൺമെന്റ് LP സ്കൂൾ അദ്ദേഹത്തിന്റെ സ്മാരകമായ PN പണിക്കർ സ്മാരക ഗവൺമെന്റ് LP സ്കൂളായി 2014 വിദ്യാഭ്യാസ വകുപ്പ് പുനർനാമകരണം ചെയ്തു. അകത്ത് മാത്രമല്ല, ചായയോ കാപ്പിയോ ഒക്കെ കുടിച്ച് പുറത്തിരുന്ന് വായിക്കാനും ഇവിടെ സൗകര്യമുണ്ട്. രാത്രിയായാലും ഇരുന്ന് വായിക്കാൻ വിളക്കുകളുടെ ക്രമീകരിച്ചിട്ടുണ്ട്. ബുക്ക്മാർക്കിന്റെ ഇടതുവശത്താണ് ഈ സ്ഥലം. ബുക്ക്മാർക്കിന്റെ വലതുവശത്ത് നോക്കുകയാണെങ്കിൽ, അതായത് അയ്യങ്കാളി ഹാൾ ഇരിക്കുന്ന ഹാളിന്റെ വശത്ത്, അവിടെയും നമുക്ക് വായിക്കാനും ചർച്ചകൾക്കും സുഹൃത്ത് സംഗമങ്ങൾക്കും വേദിയാക്കാവുന്നതാണ്. ഇവിടെ സമീപഭാവിയിൽ തന്നെ വലിയ കൊടകളൊക്കെ വെച്ച് ചായ കാപ്പിയോടൊപ്പം വിവിധ തരത്തിലുള്ള പലഹാരങ്ങളും കൊണ്ടുവരാൻ ആലോചനയിലുണ്ട്. കഫേ ബുക്ക്മാർക്കിന്റെ പിറകുവശമാണ് ഈ കാണുന്നത്. കുട്ടികളടക്കം കുടുംബമായി വരുന്നവരും അങ്ങനെ പല തുറക്കാരായ ആൾക്കാരെയും ഇവിടെ കാണാം. തുറന്ന പുസ്തകങ്ങൾ അലങ്കാരമായിരിക്കുന്നത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ്. ദിവസേന 10ഓളം വർത്തമാന പത്രങ്ങൾ, 15-ൽ പരം മാസികകൾ എന്നിവ ഇവിടെ എത്തുന്നുണ്ട്. രണ്ടായിരത്തിൽ പരം പുസ്തകങ്ങൾ മലയാളം, ഇംഗ്ലീഷ് ഭാഷകളിലായി ഫിക്ഷൻ, നോൺ ഫിക്ഷൻ, നോവലുകൾ, കോമിക്കുകൾ, ചെറുകഥകൾ, കുട്ടികളുടെ സാഹിത്യം, ജീവചരിത്രം, ആത്മകഥ, ഓർമ്മക്കുറിപ്പുകൾ, തർജിമകൾ, പ്രചോദനങ്ങൾ, ആത്മീയം, ചരിത്രം, സംഗീതം, കവിത, നിഘണ്ടു, വൈദ്യശാസ്ത്രം,
ഇങ്ങനെ വിവിധ വിഭാഗങ്ങളിലായി പ്രത്യേകം വേർതിരിച്ച് നല്ല വൃത്തിയായിട്ട് അടുക്കും ചിട്ടയിലുമാണ് പുസ്തകങ്ങളോട് സൂക്ഷിച്ചിരിക്കുന്നത്. വാഷ് ബേസിൻ, ടോയ്ലറ്റ് സംവിധാനങ്ങളെല്ലാം വൃത്തിയായി സൂക്ഷിച്ചിട്ടുണ്ട്. ബുക്ക് മാർക്കിന്റെ സെക്രട്ടറിയും കഥാകൃത്തുമായ ശ്രീ എബ്രഹാം മാത്യു ആണ് ഇങ്ങനൊരു ആശയം ഇവിടെ പ്രാവർത്തികമാക്കാനായി ആസൂത്രണം വഹിച്ചത്. വിവിധ പബ്ലിക്കേഷന്റെ പുസ്തകങ്ങൾ ബുക്ക് മാർക്കിന്റെ ഉൾപ്പെടെയുള്ളവ ഇവിടെയുണ്ട്. വിവിധ ഡിസ്കൗണ്ടുകളിൽ ലഭിക്കും. രാത്രിയായാൽ ഇത് കാണാൻ വേറൊരു ഭംഗിയാണ്. രാവിലെ 9 മണി മുതൽ രാത്രി 9 മണി വരെയാണ് ഇവിടുത്തെ പ്രവർത്തന സമയം. രാത്രിയായാലും ഇരുന്ന് വായിക്കുന്നതിന് തടസ്സമില്ല. ഇറങ്ങാൻ നേരം 4 പുസ്തകങ്ങൾ നമ്മളും വാങ്ങി. അതിലൊന്ന് നോട്ട്ബുക്കാണ്. അതിന് പ്രത്യേക ഡിസ്കൗണ്ട് ഇല്ല. ബാക്കി പുസ്തകങ്ങൾക്കെല്ലാം 10% ഡിസ്കൗണ്ട് വീതം കിട്ടി. അപ്പോൾ ബുക്ക് മാർക്ക് കഫേ മറക്കണ്ട. സൗഹൃദങ്ങൾക്കൊരു തണലായും ഊഷ്മളമായ കൂടിച്ചേരലുകൾക്കും അതിനിടയിൽ വിശന്നാൽ അതിനും അഭയമൊരുക്കിയും വായനയുടെ ആഴങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങാനും കഫേ ബുക്ക് മാർക്ക് ഒരു വഴികാട്ടിയാകുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം, പ്രാർത്ഥിക്കാം.